മുടി നല്ലതായിട്ടൊന്ന് ജീവി വെക്കാമോ? നല്ലതായിട്ട് ജീവി മുടിയാക്കളെ എങ്ങനെ ചെയ്യാൻ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നനഞ്ഞിരിക്കുന്നു. പള്ളിയിൽ പോയിട്ട് വരാട്ടോ. മോൻകുട്ടിന് സൺഡേ സ്കൂളുണ്ട്. വേണ്ട പൊന്നെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളി പോയേച്ചും വന്നു. മോനിക്കുട്ടന് സൺഡേ സ്കൂളുണ്ട്, പൊതുയോഗമുണ്ട്. പൊതുയോഗത്തിലൊന്നും കയറിയില്ലെങ്കിൽ പോരും. സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, പൊതുയോഗം പങ്കെടുത്തിട്ടുമില്ല കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് 1/2 കിലോ കൊഞ്ച് നമ്മൾ മേടിച്ചു. അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊക്കെ കുട്ടിയാണ് ചോറുള്ളത്. അത് ഇമ്മിണിയിരിപ്പുണ്ട്. ബ്രെഡ് മേടിച്ചത് കൊണ്ട്. അപ്പം നമുക്ക് രാവിലെ അത് കഴിക്കാം, കാപ്പി ഇട്ടിട്ട് അത് കഴിക്കാം. മോനുകൂട്ടിന് അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കൊച്ചോട് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എല്ലുകറിയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ പോകുന്നില്ല. കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, തുണി കഴുകാനും അങ്ങനെ കുറേ പണികളുണ്ട്. ഇടയ്ക്ക് മോട്ടർ പണി മുടക്കിയപ്പോൾ നമ്മൾ തുണി കഴുകൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തുണികളൊക്കെ കുറേ കിടപ്പുണ്ട്, അതൊക്കെ കഴുകണം. പിന്നെ ചോറ് ഉച്ചക്കലത്തേക്ക് ഇച്ചിട്ടിരിപ്പുണ്ട്. ചോറ് വെക്കണം, രാത്രിയിലത്തേക്കുള്ള ചോറ് വെക്കണം. പിന്നെ മീനെടുത്ത് കറി വയ്ക്കണം. അപ്പുറത്തുനിന്ന് ചേച്ചി ചക്ക എടുത്ത് വെച്ചേക്കുന്നു, അത് വാങ്ങിച്ച് വേവിക്കണം. അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞങ്ങൾ കാപ്പിയിട്ട് ബ്രെഡ് കഴിക്കട്ടെ. അപ്പു ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മുത്ത് 6-ാം തീയതി വന്നു. അപ്പോൾ 4-ാം തീയതി കണ്ടാണ് ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവിടെ ഇവർ ഫുഡ് കഴിക്കുന്നിടത്ത് മെസ്സ് അടച്ചു. അവിടെ ഗ്യാസിൻ്റെ പ്രശ്നമാണ്. ഈ കുട്ടികൾ എങ്ങനെ ഫുഡ് കഴിക്കും? അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഹോസ്റ്റലിലല്ലാത്ത ഒരുപാട് കുട്ടികൾ പുറത്ത് റൂമെടുത്ത് താമസിക്കുന്നവരുണ്ട്. അവർക്കാണ് പ്രയാസം. ഇന്ന് രാവിലെ അപ്പു ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാ മതിയോ? നീ എടുത്തോടാ, എനിക്ക് വേണ്ട. വേണ്ട, എനിക്ക് വേണ്ട. മതി, അത് എടുത്തോണ്ട് പോ. ബ്രെഡും കൊഞ്ചിക്കറി, ചായ അല്ല കാപ്പി കഴിക്കട്ടെ. സൺഡേ സ്കൂള് കഴിഞ്ഞ് മോനിക്കുട്ടൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ കിടക്കുവാണ് പ്രിയങ്ങളെ. എന്തൊരു ക്ഷീണവും വയ്യാഴിയായിരുന്നറിയോ. വന്ന് കാപ്പി കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണടഞ്ഞടഞ്ഞടഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നങ്ങ് കിടന്നു. അതേ മോനിക്കുട്ടൻ വന്ന്. സൺഡേ സ്കൂളിൽ നിന്ന് നേരത്തെ കഴിഞ്ഞു. എന്തുവാ പൊന്നോ, അമ്മ കിടക്കട്ടെ. അവിടെ കിടക്കുമായിരുന്നു പ്രിയങ്ങളെ. എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി കേട്ടോ. കിടന്നിപ്പം മോനിക്കുട്ടൻ വന്നു, എഴുന്നേറ്റു. ഇതേ പാവം ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്ന് ചക്ക എടുത്തോണ്ട് വന്നു. എല്ലാം അരിഞ്ഞു വെച്ചേക്കും കേട്ടോ. ഞാനിപ്പം എഴുന്നേറ്റ് വന്ന് കഥ തുറന്നപ്പോൾ നേരെ മുമ്പിലൊരു കുഞ്ഞു മാവുണ്ട് കേട്ടോ. ആ മാവിലൊരു മാങ്ങ എന്നെ കൈയാട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ മാങ്ങ ഞാൻ പറിക്കുന്നില്ല, വേണ്ട. പക്ഷെ ഇവിടെ നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീമപ്പുളി നിൽപ്പുണ്ട്. മാങ്ങയോ ചീമപ്പുളിയോ ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ്, തേങ്ങ അരച്ച് വെക്കും. ചീമപ്പുളി പറിക്കാം, മാങ്ങ പറിക്കാൻ എനിക്ക് പേടിയാട്ടോ. അപ്പം പിന്നെ ചക്കയൊക്കെ ആണെങ്കിലും മാമിയൊക്കെ വരുന്ന ഉടനെ അവരിടുന്നതേ ഉള്ളൂ. ഞാനിതുവരെ ചക്കയൊന്നും ഇട്ടില്ല. നമ്മുടെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാ പോയി ചക്കയൊക്കെ ആവശ്യത്തിനൊക്കെ എടുത്തോണമെന്ന്. പക്ഷെ എനിക്കെന്തോ ഒരു പേടിയാണ്. കുഞ്ഞു മാവാണ്, ഒരു 3-4 മാങ്ങ അവിടെ ഞാൻ കണ്ടു, എൻ്റെ കണ്ണിൽ പെട്ടു.
കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ദേ അവിടെയൊക്കെ നിപ്പുണ്ട്. ചേർത്തൊരു മീൻ കറി അങ്ങോട്ട് വെക്കാം. കണ്ട ഉടനെ എനിക്ക് കഴിക്കണം. ട്രൈപോഡിന്റെ സാധനം വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി പാടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. ഇങ്ങനെ കൊണ്ടു നടക്കാനും. അമ്മ വിളിക്കുന്നു. ഹലോ, വീട്ടിലാ? ഇവിടെ ഉണ്ട്. സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാ. അപ്പോഴത്തേക്ക് താഴത്തെ ചേച്ചി എനിക്ക് ഇച്ചിരി ചക്ക അരിഞ്ഞു തന്നു. അത് വേവിക്കാൻ പോകും. ചക്ക ഞാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറി ഒന്നും എടുത്തു വെച്ച്. അതിനകത്ത് തക്കാളിയും നമ്മുടെ കോവയ്ക്കയും കഴുകി എടുത്ത് വെക്കാനുള്ളതാണ്. ബാക്കി പിന്നെ സവാളയും ഇഞ്ചിയൊക്കെ ഉള്ളത്, കുഴപ്പമില്ല. ചക്കയ്ക്ക് അരയ്ക്കാനുള്ള എടുത്തു വെച്ചു. വെളുത്തുള്ളി, കാന്താരി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില അരച്ചെടുക്കട്ടെ. ചക്ക കുഴച്ചെടുക്കട്ടെ. ആന പിടിക്കുന്ന പോലെ പിടിക്കണം, എന്നാലേ എനിക്ക് പറ്റും. അയ്യോ, മീൻകറിക്കുള്ള അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി ചീമപ്പുളിയും ചേർത്ത് ഇങ്ങോട്ട് വെച്ചതാട്ടോ. ഇനി ഇതൊന്ന് തിളച്ചിട്ടാണ് ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ചേർക്കുന്നത്. മാന്തൾ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിയ പീസായിട്ടാണ് മുറിച്ച് വെച്ചത്. ഇതൊന്നുകൂടി ഒന്ന് കഷ്ണിക്കാം. അരപ്പ് തിളച്ചോ നോക്കട്ടെ. തിളച്ചു. ഉപ്പൊക്കെ ചേർത്താട്ടോ. വേണം. കറിവേപ്പിലയൊക്കെ ഇട്ടു. ഞാൻ അടച്ചു വെക്കാം. ഇത് ബാക്കി മീനാണ്. മസാല അരച്ച് വെച്ചിട്ടുണ്ട്, വറക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെക്കാം. മീൻകറി ഒന്നുകൂടെ ഒന്ന് പറ്റണം, എന്നിട്ട് നമുക്ക് എടുത്ത് കൊടുത്ത് വിടാം. എന്നിട്ട് നമുക്ക് ഉച്ചയൂണ് കഴിക്കാം. മോനിക്കുട്ടൻ ഇടയ്ക്കൊന്ന് വന്ന് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാലേ വെക്കരുത് കേട്ടോ, ചൂടുണ്ട്. അതാ അമ്മ പറഞ്ഞ ഫ്രണ്ടിൽ അതങ്ങ് തൂക്കിയിടാൻ. വാ, ചക്കയും കപ്പയൊക്കെ കണ്ട പിന്നെ മോനിക്കുട്ടന് അത് മാത്രം. മോരുകറി വേണോ? അപ്പൊ ആ മീൻകറി അതുപോലെ. ചീമ്പപ്പുളിയച്ചാർ വേണം. മറക്കുന്നുണ്ടല്ലേ? ചോറ് എന്തോ ഒരു വയ്യാഴി എന്താണെന്നറിയത്തില്ല. കപ്പയല്ല, ചക്കയും മാന്തള് തേങ്ങ അരച്ച് കറി വെച്ചതും ചോറും പിന്നെ ഞാനൊരു നമ്മുടെ ഇടിച്ചക്ക അച്ചാറില്ലേ അതുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കട്ടെ. എങ്ങനെയുണ്ട് മോനിക്കുട്ട ചക്ക? ഇഷ്ടപ്പെട്ടോ? ചക്ക ഇഷ്ടപ്പെട്ടോ? കഴുകി. ചോറൊക്കെ ഉണ്ടോ? പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ തൂത്തുവാരി. കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനകത്തോടുത്ത് എടുത്തിട്ടിട്ടുണ്ട്. ഇവിടോട്ട് കിടക്കുക പ്രിയങ്ങളെ. ഭയങ്കര എന്തോ ഒരു വയ്യാഴിയാണ്. തളരുവാങ്ങും ദേഹം. കിടക്കട്ടെ. മുത്തു അവിടെ കിടന്നുറങ്ങുന്നു. മോനുകുട്ടൻ TV കാണുക. കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാം.
നല്ല തലവേദനയാണെങ്കിൽ തേച്ചോ പക്ഷെ ചൂട് ഞങ്ങളുടെ കുഞ്ഞോ വന്നു. ഞങ്ങളുടെ കുഞ്ഞോ ബുക്കിലെ പറയുവാ അവിടെ വെള്ളം കൊടുക്കാൻ പോയെടുത്തത് കുഞ്ഞോടെ അപ്പൂപ്പനല്ലേ. ഞാൻ മറ്റേ പണ്ടൊക്കെ ശ്രദ്ധഹരിയാണ് ഇപ്പൊ കുഞ്ഞോടെ പേരിൽ അറിയപ്പെടുന്നത്. കുഞ്ഞോടെ വീഡിയോക്കകത്ത് കണ്ട് കുഞ്ഞോടെ അപ്പൂപ്പനല്ലേ കുഞ്ഞോ എന്ത് കാപ്പി കുടിക്കുക. കാപ്പിയുടെ കൂടെ ഇന്ന് പച്ചമുറുക്ക് പോയോ? ആ പോട്ടെ, അത് കുഞ്ഞെടുക്കണ്ട കേട്ടോ. എന്തോ താഴെ കളഞ്ഞോ? ഐസ്ക്രീം മേടിച്ചു തരാം. അയ്യോ അപ്പൂപ്പൻ വേണ്ട ഏതാണ്ട് കൊണ്ടുവന്നു. യോ ജാനിമോള് തന്നെ കഴിക്കണമല്ലോ ഇനി ഇതെല്ലാം. ഷോ അപ്പൂപ്പൻ ബർഗർ കൊണ്ടുവന്നു. കുഞ്ഞോ ഇനി നാളെ വരാം. നാളെ വരാം. കുഞ്ഞോനും ജാനിക്കുട്ടിയും കൂക്കും ഒക്കെ വൈകിട്ട് വന്നായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നു കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂത്തു. കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനകത്ത് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വിരിച്ചു. പിന്നെ അപ്പു വന്നിട്ടുണ്ടായിരുന്നു. അപ്പു മുത്തും കൂടെ ഞാൻ പറഞ്ഞില്ല അവർ വർക്കിൻ്റെ കാര്യം സ്റ്റാർട്ട് ചെയ്തെന്ന്, അതിൻ്റെ ഏതാണ്ട് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പു ഇന്ന് രാവിലെ വന്നു കേട്ടോ. അവിടെ ഫുഡിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം അപ്പു മുത്ത് കഴിക്കുന്നിടത്തുനിന്ന് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഫുഡ് നിർത്തി. അപ്പോൾ അപ്പു ഇനി വന്നിട്ടുണ്ട്. രാവിലെ മുത്താണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾ പള്ളിയിൽ എന്നെയും മോനുകുട്ടനെ അവിടെ കൊണ്ടുവിട്ടിട്ട് പിന്നെ മുത്ത് പോയി അപ്പുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പു ബസ്സിനാണ് വന്നത്. എന്നിട്ട് പിന്നെയാണ് അവൻ പള്ളിയിലോട്ട് വന്നത്. അപ്പോൾ അപ്പു വൈകിട്ട് വന്ന് അവർ രണ്ടുപേരുടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴാണ് ജാനിക്കുട്ടിയും കുഞ്ഞുവിനൊക്കെ വന്നത്. പിന്നെ ചായയും പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ കാപ്പിയൊക്കെ ഇട്ട് എല്ലാവരും കുടിച്ചു. ഇപ്പം അവരങ്ങോട്ട് പോയത്. കുഞ്ഞോ പോകത്തില്ല, കുഞ്ഞോ വഴക്കാം. ഇവിടോട്ട് ഞാനങ്ങോട്ട് എന്നാൽ ഇങ്ങോട്ട് വരണം, ഇവിടെ വന്നാൽ അങ്ങോട്ട് പോകാനും വഴക്കാം, പോകുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പം അവരങ്ങോട്ട് ഇറങ്ങി. 8 മണിയൊക്കെ ആയി. മുത്തും അപ്പും കൂടെ പത്തനംതിട്ട വരെ പോയേക്കുവാ. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്നെന്തോ എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെയോ വയ്യാഴികയും ക്ഷീണവും പുറത്ത് വേദനയും എന്തൊക്കെയോ അസ്വസ്ഥത കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാണ് പ്രിയങ്ങളെ. മുത്തിപ്പോൾ വരുമായിരിക്കും. അവർ കഴിച്ചിട്ടാണോ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഇന്നും പഞ്ചായത്ത് ലൈനിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തുണികളൂടെ ഒക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്ത് കഴുകണം. നാളെയും മറ്റന്നാളുമായിട്ട് തുണികൾ പെയിൻറ്റിങ് കിടക്കുന്നതെല്ലാം കഴുകി തീർക്കണം. അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ചയും കഴിഞ്ഞു പോയി. അപ്പോൾ മുത്ത് വരുന്നു നോക്കട്ടെ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ചുണ്ട്, അതൊക്കെ ഒന്ന് തീർത്ത് വെക്കട്ടെ കേട്ടോ. മുത്ത് വന്നില്ല. മുത്ത് വന്നിട്ട് മതി മോനിക്കുട്ടന് കഴിക്കാനെന്ന്. അപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ വരും. ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരുമായിരിക്കും, നോക്കാം. തമ്പൂരാനെ എനിക്ക് മിസ്റ്റർ ബീച്ചിന്റെ നമ്പർ കിട്ടി. ഫോൺ നമ്പർ വിളിച്ചാ കിട്ടത്തില്ലടാ. കിട്ടും. ഞാൻ കാണിക്കട്ടെ വീഡിയോ. മോമോസ് എനിക്ക് മോനിക്കുട്ടനും കേട്ടോ. മുത്ത് കഴിച്ചു, മുത്തും അപ്പവും കൂടെ കഴിച്ചു. ടൊമാറ്റോ സോസ് മയോണൈസ് ഒക്കെ റെഡിയാണ്. ഞങ്ങളിത് കഴിക്കട്ടെ. ഇത് കഴിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ ചോറുണ്ട്. അല്ലേ മോനിക്കുട്ട? ഇല്ലെങ്കിൽ പിന്നെ ഇതും കൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റ്
സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞങ്ങോട്ട് ഉറങ്ങും അല്ലേ? കഴിക്കട്ടെ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.